ചാവടി നിവാസികളെ, പരിസ്ഥിതി സ്നേഹികൾ, നമ്മുടെ പ്രിയപ്പെട്ട ONV കുറുപ്പിന്റെ ഒരു കവിതയുണ്ട്. ആവണിപ്പാടം എന്നാണ് അതിന്റെ പേര്. ഒരുപക്ഷെ ഇവിടുത്തെ പഴയ കാലത്തെ മനുഷ്യരിൽ പലരും സ്വന്തം സ്കൂളിൽ അത് പഠിച്ചിട്ടുണ്ടാവാം. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു, പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയെ പോൽ തെളിഞ്ഞു നിന്നു. അങ്ങനെയാണ് ആ കവിതയുടെ വരികൾ ആരംഭിക്കുന്നത്. ആ വരികൾ ആരംഭിക്കുമ്പോൾ അത് അവസാനിക്കുന്നിടത്ത് ആവണിപ്പാടത്ത് വരുന്ന ഓരോ കിളികളെ കുറിച്ചും ഓരോ പക്ഷി ജീവജാലങ്ങളെ കുറിച്ചും അതിൽ സമഗ്രമായി പ്രതിപാദിക്കും. ഞാൻ എന്തിനാണ് ONV കുറുപ്പിന്റെ വരികളെ ആശ്രയിക്കുന്നത്? എനിക്ക് മുൻപേ സംസാരിച്ച പ്രിയപ്പെട്ട അനിൽകുമാർ ഏട്ടനാണെങ്കിലും സജീഷ് ആണെങ്കിലും ഇതുമായി സഹകരിക്കുന്ന റെജി അടക്കമുള്ളതിന്റെ നേതാക്കന്മാരാണെങ്കിലും പറഞ്ഞു വയ്ക്കുന്നത് ആവണിപ്പാടങ്ങളെ കുറിച്ചാണ്. ആവണിപ്പാടം കുളിച്ചു തോർത്തി. നമ്മൾ ഇന്ന് ചെറുപ്പക്കാരുടെ റീലുകൾ ഒരുപാട് കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം. കൊല്ലങ്കോട് എന്ന കാർഷിക ഗ്രാമത്തിലെ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അവർ റീലുകൾ സൃഷ്ടിക്കുകയാണ്. മനോഹരമായ ഒരിടം. ഇതേക്കാൾ മനോഹരമായ പൊക്കാളി പാടശേഖരങ്ങൾ നിറഞ്ഞ നമ്മുടെ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ട് റീലുകൾ സൃഷ്ടിക്കാൻ നമ്മുടെ യുവതലമുറയ്ക്കും നമുക്കും സാധിക്കുന്നില്ല എന്നിടത്ത് നിന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ എന്ന ഒരു വിഭാഗം പരിസ്ഥിതി പ്രവർത്തകർ എന്നൊരു വിഭാഗം ഇല്ല തന്നെ. കാരണം പരിസ്ഥിതി, പ്രകൃതി നമുക്ക് നൽകുന്നതിൽ നിന്ന് തിരിച്ചൊരു ശതമാനമെങ്കിലും നൽകുവാൻ സാധിക്കുന്ന സ്വന്തം ജീവിതത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ പേര് മാത്രമാണ് പരിസ്ഥിതി പ്രവർത്തനം. ഇവിടെ ജനിച്ചു വീഴുന്ന ഒരു പിഞ്ചു കുഞ്ഞു മുതൽ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും പരിസ്ഥിതി പ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. നേരത്തെ പറഞ്ഞു ആവണിപ്പാടത്തെ കുറിച്ച്. ആവണിപ്പാടങ്ങളിൽ കൃഷിക്ക് ശേഷം അവിടെ നെൽക്കതിരുകൾ കൊയ്ത് അത് കരയിൽ അടുക്കി വെച്ച് അത് തിന്നാനെത്തിച്ചേരുന്ന ദേശാടന പക്ഷികളടക്കമുള്ള മുഴുവൻ പക്ഷിജാലങ്ങൾ, അവിടെ എത്തിച്ചേരുന്ന അണ്ണാറക്കണ്ണടക്കമുള്ള ജന്തുമൃഗാദികൾ, ഇനി വയലേലകളിൽ എത്തിച്ചേരുന്ന താറാവിൻ കൂട്ടങ്ങളും വിവിധ പക്ഷി മൃഗാദികളും മത്സ്യങ്ങളടക്കമുള്ളവ. അങ്ങനെയൊരു പ്രകൃതിയുടെ വലിയൊരു പ്രപഞ്ചമാണ് ഈ ആവണിപ്പാടങ്ങളൊക്കെയും ഈ പാടശേഖരങ്ങൾ, നെൽപ്പാടങ്ങളൊക്കെയും. അവിടെ 25 വർഷങ്ങൾ, 1/4 നൂറ്റാണ്ട് പൂർത്തീകരിച്ച പ്രിയപ്പെട്ട ചന്തു എന്ന കർഷകനെ നെഞ്ചോട് ചേർക്കുവാൻ ഈ പരിസ്ഥിതി സംരക്ഷണ സമിതി തീരുമാനിച്ചതിൽ എനിക്ക് വലിയ സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. സജീഷ് ഇവിടുത്തെ കാര്യങ്ങൾ വിളിക്കും പറയാറുണ്ട്, ആള് കുറവായിരിക്കും, ഒരാളെങ്കിലും അവശേഷിക്കുന്നത് വരെ നിങ്ങൾ പരിസ്ഥിതിക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അവസാനത്തെ മനുഷ്യനും മരിച്ചു വീഴുന്നത് വരെ നിങ്ങൾ പരിസ്ഥിതിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുക. കാരണം പരിസ്ഥിതിയാണ് അച്ഛനോളം അമ്മയോളം മനുഷ്യനെ ഈ ഭൂമിയിൽ നിൽക്കാൻ അർഹത നൽകുന്ന ഒരിടം. ഈ പ്രകൃതിയാണ് നമ്മെ സൃഷ്ടിച്ചതും നമ്മെ നിലനിർത്തുന്നതും. അതുകൊണ്ട് ആവണിപ്പാടങ്ങളൊക്കെയും വനവും നമ്മുടെ ആവാസ വ്യവസ്ഥയൊക്കെയും നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഓരോ മനുഷ്യനും ഏർപ്പെടുന്ന മനോഹരമായ ഒരു ഇടമായി നമ്മുടെ നാടിനെ മാറ്റി തീർക്കുവാൻ ഉള്ള നിങ്ങളുടെ പരിശ്രമത്തെ ഞാൻ വളരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. വിവിധ വേദികളിൽ പറയാറുള്ള നിരവധിയായ വാചകങ്ങളുണ്ട്, സാങ്കേതിക പദാവലികളുണ്ട്, അക്കാഡമിക് പഠനങ്ങളുണ്ട്. ഈ വേദിയിൽ അതൊക്കെയും വാരിക്കുടഞ്ഞിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ് ആവണിപ്പാടം എന്ന് പറഞ്ഞാൽ? അതിലുണ്ട് പ്രകൃതി മുഴുവൻ, അതിലുണ്ട് മനുഷ്യൻ മുഴുവൻ, അതിലുണ്ട് ജീവജാലങ്ങളുടെ മുഴുവൻ നിലനിൽപ്പും. നേരത്തെ പറഞ്ഞു, ദേശാടന പക്ഷികൾ എത്തിച്ചേരുമ്പോൾ അവയെ പടക്കം പൊട്ടിച്ച് ആട്ടിപ്പായിക്കുകയാണ് നാം. എന്തിനാണ് കുട്ടനാട്ടിലെ വിളവെടുപ്പിന് ശേഷം താറാവിൻ കൂട്ടത്തെ അവിടെ ഇറക്കുന്നത് എന്ന് മുഴുവൻ മനുഷ്യർക്കും അറിയാം. താറാവിൻ കൂട്ടം ആ നെൽക്കതിരിൽ നിന്ന് ഉതിർന്നു വീണ നെൽമണികളും പാടത്തെ
വിവിധങ്ങളായ ക്ഷുദ്രകീടങ്ങളെയും തിന്നൊടുക്കുകയും പകരമായി ജൈവവളം എന്ന നിലയിൽ അവയുടെ കാഷ്ടം അവിടെ നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അടുത്ത കൃഷിക്കായി ഭൂമിയെ ഉഴുതുമറിക്കുന്നതിന് തുല്യമായി താറാവിൻകൂട്ടം ഒരു ധർമ്മം അവിടെ നടപ്പിലാക്കുകയാണ്. ദേശാടന പക്ഷികളുടെ ധർമ്മവും ഇതൊക്കെ തന്നെയാണ്. സൈബീരിയയിൽ നിന്ന് വരുന്ന ദേശാടന പക്ഷിക്ക് ഇങ്ങേയറ്റത്ത് ഇവിടെ നിൽക്കുന്ന സജീഷിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകുന്നത് ആ പൊക്കാളി കൃഷിയിടങ്ങളെ ഒരുക്കുന്നതിൽ, അതിന്റെ ജൈവ വൈവിധ്യത്തെ നിലനിർത്തുന്നതിലുള്ള പങ്കുകൂടിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദേശാടന പക്ഷി വന്ന് കഷ്ടിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം? തീർച്ചയായും പ്രായോഗികമായ ഒരു ചോദ്യമാണ്. ഞാൻ പല വേദികളിലും ഈ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ വേദിയിലുമെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. വിയറ്റ്നാം എന്ന് പറയുന്ന ഇന്ത്യയുമായി അതിർത്തികൾ പങ്കിടാത്ത അങ്ങ് ദൂരെയുള്ള ഒരു മംഗോളിയൻ ദേശത്ത് ഒരിക്കൽ കൊതുകുകൾ വലിയൊരു ഫംഗസ് ബാധയാൽ മരിച്ചുപോയി. കൊതുകുകളുടെ വംശം മുഴുവനായി ഫംഗസ് ബാധയാൽ ഇല്ലാതെയായി. ഒരുപക്ഷെ എന്നെ കേട്ടിട്ടുള്ള മനുഷ്യരെല്ലാം ഈ കഥയും കേട്ടിട്ടുണ്ടാവണം, ഈ സംഭവ കഥ. കൊതുകുകളുടെ സമൂല നാശത്തെ കുറിച്ചോർത്ത് വിയറ്റ്നാമി ജനത സന്തോഷിച്ചു. ഇനി പകർച്ചവ്യാധികൾ ഉണ്ടാവില്ലല്ലോ, ഇനി കൊതുകിന്റെ കടിയേറ്റ് നാം പിടയേണ്ടതില്ലല്ലോ, ഇനി കൊതുകെന്ന ഈ ക്ഷുദ്രകീടം ഈ നാട്ടിലില്ലല്ലോ. എന്നാൽ കൊതുകുകളില്ലാതായി 3-ാമത്തെ വർഷം വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ലക്ഷക്കണക്കിന് വിയറ്റ്നാമീസ് മനുഷ്യർ തെരുവുകളിൽ ചത്തൊടുങ്ങുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത്? വലിയ ആധികാരികമായ പഠനങ്ങൾ പറഞ്ഞത് കൊതുകുകൾ വിയറ്റ്നാമിലെ ആ ഫംഗസ് ബാധയാൽ ചത്തൊടുങ്ങിയപ്പോൾ കൊതുകുകളെ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന തവളകൾ ചത്തൊടുങ്ങുകയും തവളകളെ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന പാമ്പുകളുടെ വംശമില്ലാതാവുകയും അങ്ങനെ ക്ഷുദ്രകീടങ്ങളും എലികളും അടക്കമുള്ളവ പെരുകുകയും ഭക്ഷ്യധാന്യങ്ങളും വിളവുകളും നശിപ്പിക്കുകയും വിയറ്റ്നാം ജനതയിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ ചത്തൊടുങ്ങുന്ന ഭക്ഷ്യക്ഷാമത്തിലേക്ക് കൊതുകുകളുടെ നാശം ആ നാടിനെ കൊണ്ടുചെന്നെത്തിച്ചു. നോക്കൂ, കൊതുകുകൾ എന്ന നമുക്ക് ഏറ്റവും ശല്യകാരികളായ ഒരു ക്ഷുദ്രകീടത്തിന്റെ ഇല്ലായ്മയിൽ നിന്ന് ഒരു നാട്ടിലെ മനുഷ്യർ ചത്തുപിടഞ്ഞൊതുങ്ങുന്നതിലേക്ക് ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങ് വിയറ്റ്നാമിൽ. നിങ്ങൾക്കിത് ഗൂഗിളിലോ നിങ്ങൾക്ക് വിവിധമായ AI ഇടങ്ങളിലോ ഒക്കെ നോക്കിയാൽ ഇത്തരം ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച്, ഇത്തരം ഒരു നാശത്തെ കുറിച്ച്, ഇത്തരം ഒരു മാസ് കില്ലിങ്ങിനെ കുറിച്ച്, പ്രകൃതിയിൽ ഉണ്ടായിരുന്ന വലിയ നാശത്തെ കുറിച്ച്, പ്രതിഭാസത്തെ കുറിച്ച് നിങ്ങൾക്ക് വായിച്ചറിയുവാൻ സാധിക്കും, കേട്ടറിയുവാൻ സാധിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക, നിങ്ങൾ വരാലുകളെ കണ്ടിട്ട് എത്ര നാളുകളായി? വരാൽ മത്സ്യങ്ങളെ കണ്ടിട്ട് എത്ര നാളുകളായി? നമ്മുടെ കുളങ്ങളിലെല്ലാം ഇപ്പോൾ ആഫ്രിക്കൻ മുഷികളുടെ തേരോട്ടമാണ്. ആഫ്രിക്കൻ മുഷികൾ കേരളത്തിലെ കുളങ്ങളിലും ജലാശയങ്ങളിലുമെല്ലാം പെറ്റുപെരുകി ഇവിടുത്തെ വരാലിനെയും ഇവിടുത്തെ നാടൻ മത്സ്യവിഭവങ്ങളെയും എല്ലാം തിന്നു തീർത്ത് ആഫ്രിക്കൻ മുഷികളുടെ സാമ്രാജ്യം തീർത്തിരിക്കുന്നു. ആഫ്രിക്കൻ മുഷിയല്ലേ, മത്സ്യമല്ലേ, ജീവിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു നാട്ടിലെ ഒരു ജൈവ വൈവിധ്യം ഉണ്ടെങ്കിൽ, ഒരു ജൈവ പരിതസ്ഥിതി ഉണ്ടെങ്കിൽ അത് നിലനിൽക്കാതിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം നശിക്കുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ കായൽ ജലത്തിൽ കുളിക്കുകയും സോപ്പിട്ട് കുളിച്ച് സോപ്പ് പതപ്പിച്ച് കുളിക്കാൻ സാധിക്കുന്ന കായൽ ജലം ഉണ്ടായിരുന്ന നാടാണിത്. കണ്ണീര് പോലെ തെളിഞ്ഞ അടിത്തട്ട് കാണാമായിരുന്ന കായൽ ജലം ഇന്ന് ചുരുങ്ങിയത് 60 വയസ്സിന് മുകളിലുള്ള മനുഷ്യർ മാത്രമേ കണ്ടിരിക്കാൻ സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ കായൽ ജലമടക്കമുള്ളവ മലിനമായിരിക്കുന്നു. അത് നിലവിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യത്തിന്റെ പുറന്തള്ളൽ കൊണ്ടോ മാലിന്യങ്ങളുടെ പുറന്തള്ളലോ മാത്രമല്ല, അതുകൂടിയാണ് കാരണം. ജലത്തിലെ വിവിധ ആൽഗകൾ നശിച്ചുപോയി. അന്യ ദേശത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്ന മത്സ്യങ്ങൾ, വിവിധ ജൈവ പ്രകൃതിയിൽ നിന്ന് വന്ന കയ്യേറ്റ ക്ഷുദ്രകീടങ്ങൾ, ആഫ്രിക്കൻ ഒച്ചടക്കമുള്ളവ, അങ്ങനെ നിരവധിയായ അന്യ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഇവിടെ കയറി വന്ന സസ്യങ്ങളടക്കമുള്ളവ ചേർന്നുകൊണ്ട് ജലത്തിലെ ആൽഗകളെയും ജലത്തിലെ വിവിധ മത്സ്യങ്ങളെയും ജീവജാലങ്ങളെയും കരയിലെ പ്രകൃതിയെയും എല്ലാം സ്വാധീനിച്ച് ഇന്ന് നമുക്ക് അന്യമായൊരു പ്രകൃതി ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ തിരിച്ചടി മനുഷ്യനും ഉണ്ടാകും. വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഈ ആഫ്രിക്കൻ ഒച്ചിൽ വിവിധതരം ബാക്ടീരിയകളും വൈറസുകളും ഉണ്ട്. അത് നമുക്ക് പരിചയമുള്ളതല്ല. അത് മനുഷ്യരിലേക്ക് പകർന്നാൽ സാംക്രമിക രോഗങ്ങൾക്ക് ഇടയാക്കും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതും നിങ്ങൾക്ക് വിവിധ ഇന്റർനെറ്റ് പഠനങ്ങളായി നിങ്ങൾക്ക് ലഭ്യമാണ്.
എന്ന് വെച്ചാൽ ആഫ്രിക്കൻ ഒച്ചിന് ഒരു ജനതയെ ഇല്ലാതാക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതും ചിലപ്പോൾ സാധിക്കും. പക്ഷേ ആഫ്രിക്കൻ ഒച്ചു വന്ന ദേശത്ത് അതിന്റെ ആവാസ പ്രവൃത്തിയിൽ അവിടെയുള്ള മനുഷ്യർക്ക് അതിനെ അതിജീവിക്കുവാനുള്ള കഴിവുകൾ ഉണ്ടാവും. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഒരു പ്രകൃതിയിൽ നിലനിൽക്കേണ്ടതായ ജൈവ വൈവിധ്യത്തെ, അതിൽ മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും സൂക്ഷ്മാംശമുള്ള ബാക്ടീരിയകളും വൈറസുകളും ആൽഗകളും എല്ലാം ഉൾപ്പെടുന്ന ആ പ്രകൃതിയെ ആ പ്രദേശത്തിന് വേണ്ടി നിലനിർത്തുക എന്നത് ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അതിലേക്ക് അന്യവസ്തുക്കൾ കടന്നു വന്നാൽ, അതിലേക്ക് ഇടത്തു നിന്നുള്ള അന്യദേശങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ, ജീവജാലങ്ങൾ, പക്ഷിമൃഗാദികൾ കടന്നു വന്നാൽ അത് വലിയ ഭീഷണി ഉണ്ടാക്കും. അപ്പോൾ ദേശാടന പക്ഷികൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ? ദേശാടന പക്ഷികൾ സ്വാഭാവികമായും അതിന്റെയും ശരീരത്തിൽ വൈറസുകളും ബാക്ടീരിയകളും ഉണ്ടാകാം. എന്നാൽ അവ നമ്മുടെ പാടശേഖരങ്ങളിൽ എത്തിച്ചേരുകയും അത് അവിടെയുള്ള പ്രദേശത്തുള്ള വിവിധ സൂക്ഷ്മജീവികളുമായും മത്സ്യങ്ങളുമായും ആൽഗകളുമായും എല്ലാം ഇടപെടുന്നതിലൂടെ അവയുടെ ശരീരവും നമ്മുടെ ഭൂമിയെല്ലാം വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കപ്പെടുകയാണ്. ആ വലിയൊരു ശൃംഖലയെ നമുക്കൊരു തരത്തിലും ഭേദിക്കുവാൻ സാധ്യമല്ല തന്നെ. അതാണ് ONV കുറുപ്പ് ആവണിപ്പാടം എന്ന കവിതയിൽ പറഞ്ഞു വെച്ചത്. ആവണിപ്പാടം കുളിച്ചു തോർത്ത് നിന്നോ എങ്ങനെയാണെന്നറിയാമോ? പെറ്റെഴുന്നേറ്റു വേദിട്ട് കുളിച്ചൊരു പെൺകുടിയെ പോലെ എന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള പഴയ തലമുറയിൽപ്പെട്ടവർക്കറിയാം, പ്രസവ ശുശ്രൂഷയ്ക്ക് ശേഷം വേദിട്ട് കുളിച്ചു നിന്നതോടെയാണ് ഒരു അമ്മയായി തീർന്ന ആ പെൺകുടി ഒരു സൂര്യ തേജസ്സോടുകൂടി ഇങ്ങനെ ഉദിച്ചു നിൽക്കും. ആ വേദിട്ട് കുളിക്കൽ എന്ന് പറയുന്നത് ഒരു ചടങ്ങും ഒരു ആചാരവും നമ്മുടെ ഒരു അനുഷ്ഠാനവും നമ്മുടെ ഒരു ശീലവും ഒക്കെയായി. ആ പെൺകുടി ജീവിതത്തിൽ ഏറ്റവും സുന്ദരിയായിരിക്കുന്നതും ആ അമ്മയായി വേദിട്ട് നിൽക്കുമ്പോഴാണെന്നാണ് പറയപ്പെടുന്നത്. കവികളും സാഹിത്യകാരന്മാരുമെല്ലാം അതിനെപ്പറ്റി ഒരുപാട് പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ വേദിട്ട് കുളിച്ച ഒരു പെൺകുടിയെ പോലെ, ഒരു അമ്മയെ പോലെ, മാതൃത്വത്തിന്റെ സൂര്യബിംബത്തെ പോലെ നമ്മുടെ മുമ്പിൽ തിളങ്ങി വിളങ്ങി നിന്ന ആവണിപ്പാടങ്ങൾ എവിടെ? നമ്മുടെ കുട്ടികൾ പച്ച നെൽപ്പാടങ്ങളുടെ റീലുകൾക്ക് വേണ്ടി കൊല്ലങ്കോട് ദേശത്തെ പാലക്കാടിനെയൊക്കെ ആശ്രയിക്കുകയാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്ന ക്യാൻസർ, നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്ന വിവിധ പകർച്ചവ്യാധികൾ, ഇതിനൊക്കെ പിന്നിൽ പ്രകൃതിയെ നാം നേരിടുന്ന ശീലക്കേടുകളുടെ പ്രശ്നങ്ങളുണ്ട്. പാടശേഖരങ്ങളാകെയും മട്ടിട്ട് തീർത്തി അവിടെയെല്ലാം കോൺക്രീറ്റ് ഭവനങ്ങൾ പടുത്തുയർത്തിയാൽ നിങ്ങൾ മികച്ചവരായി എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ ഓരോ ഭൂമിക്കും ഓരോ കാലഘട്ടത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഉരുവം പ്രാപിച്ച ഒരു പ്രകൃതിയുണ്ട്. അത് പ്രകൃതിയുടെ താളമാണ്. കുറെയൊക്കെ മനുഷ്യർ ചേർന്ന് അതിനോട് ചേർന്ന് സൃഷ്ടിച്ചതുമുണ്ട്. ഞാൻ മിക്കവാറും പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ സംസാരത്തിൽ പറയാറുണ്ട്, ആലപ്പുഴയും കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളും ചതുപ്പ് നിലങ്ങളായിരുന്നു. വെട്ടുവപ്പുലവ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആദിവാസി ഗോത്രം മാത്രം ജീവിച്ചിരുന്ന ഇടമാണ് ഈ ആലപ്പുഴ അടക്കമുള്ള, എറണാകുളം അടക്കമുള്ള നഗരപ്രദേശങ്ങളടക്കം. ആ ആദിവാസി വർഗങ്ങളുടേത് മാത്രമായിരുന്നു ഈ ഭൂമി. അവർ മത്സ്യങ്ങളെ പിടിച്ചും വേട്ടയാടിയുമാണ് ജീവിച്ചിരുന്നത്. മറ്റ് ജനവിഭാഗങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ ജനവിഭാഗങ്ങൾ ഇവിടേക്ക് വരുന്നതോടുകൂടിയാണ് കൃഷി ആരംഭിക്കുന്നത്. കൃഷി ആരംഭിക്കുന്നതിനായി നാം എന്താണ് ചെയ്തത്? ഈ ചതുപ്പ് നിലങ്ങളിലെ ചതുപ്പിനെ അരിഞ്ഞ് മാറ്റി അതിന് താഴെയുള്ള ചെളിത്തിട്ട കണ്ടെത്തുകയും ഈ അരിഞ്ഞു മാറ്റി ഭൂമിയിൽ നിക്ഷേപിച്ച വെള്ള മണൽ ഉപയോഗിച്ച് മണൽത്തിട്ടകൾ ഉണ്ടാക്കുകയും അവിടെ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ചതുപ്പ് നിലങ്ങളിലെ ചെളിത്തിട്ടകളിൽ നാം കൃഷി ചെയ്തു. അതുകൊണ്ടാണ് മറ്റു ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ച് നമ്മുടെ പാടശേഖരങ്ങൾ ജലാശയങ്ങളെ പോലെ പ്രവർത്തിക്കുന്നത്. കുട്ടനാട്ടിലെയും സ്വാഭാവികമായും കുട്ടനാട്ടിൽ മണ്ണിട്ട് നികർത്തിയതാണെങ്കിൽ ഇവിടെ നാം കുഴിച്ചെടുത്ത ഇടങ്ങളാണ് നെൽവയലുകളായി മാറ്റിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ നെൽപ്പാടങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതിൽ കേവലം കൃഷിയുടെ ആവശ്യം മാത്രമല്ല അവിടെയുള്ളത്. ആലപ്പുഴയിലെയും കൊച്ചി നഗരത്തിലെയും എല്ലാം ചതുപ്പ് നിലങ്ങളില് വരുന്ന മഴ മുഴുവൻ ഒഴുകി കായലുകളിലേക്കും കടലിലേക്കും പോകുന്ന തടഞ്ഞു നിർത്തി ഇവിടുത്തെ ചെളിത്തിട്ടയിലൂടെ, ഈ മൺതിട്ടയിലൂടെ അതിനെ ഒരു വാട്ടർ പ്യൂരിഫയർ പോലെ, ശുദ്ധീകരണ പോലെ ഉപയോഗിച്ചുകൊണ്ട് അതിന് താഴേക്ക് ജലത്തെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തി ഇതിന്റെ
ജലത്തിന്റെ അന്തർധാരകളെ, അടിത്തട്ടിലെ ജലാശയത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നുകൂടിയാണ് നെൽകൃഷിയിടങ്ങൾ. അപ്പോൾ ഈ നെൽകൃഷിയിടങ്ങൾ മുഴുവൻ നികർത്തിയാൽ എന്ത് സംഭവിക്കും? നെൽകൃഷി അല്ലെങ്കിൽ കൃഷിയില്ലാതാവുക മാത്രമല്ല ചെയ്യുക, ജപ്പാൻ കുടിവെള്ളമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമുക്ക് ഇനി ഈ ആലപ്പുഴ ജില്ലയിലെ ജലാശയങ്ങൾ, അതുമല്ലെങ്കിൽ നമ്മുടെ അടിത്തട്ടിലെ ജലത്തിന്റെ ഉറവിടങ്ങൾ എന്ന് ചിന്തിച്ചാൽ, ജപ്പാൻ കുടിവെള്ള പദ്ധതി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒന്ന് പതുക്കെയായി അത് ഒരു ഭരണകൂടത്തിന്റെയോ വ്യക്തികളുടെയോ ഉദ്യോഗസ്ഥരുടെയോ പ്രശ്നമായിരുന്നില്ല, മറിച്ച് മൂവാറ്റുപുഴയാറിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനുള്ള പരിധി നിശ്ചയിക്കേണ്ടി വന്നു. മൂവാറ്റുപുഴയാറിൽ ജലത്തിന്റെ തോത് വളരെ താഴ്ന്നു പോയപ്പോൾ ജപ്പാൻ കുടിവെള്ളം എടുക്കുന്നതിനുള്ള പരിധിയും അവിടെ പുനർനിർണയിച്ചു. ഒരിക്കൽ മൂവാറ്റുപുഴയാറിൽ ജലക്ഷാമമുണ്ടായാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്ക് ജപ്പാൻ കുടിവെള്ളം കിട്ടാതെ പിടയുന്ന അവസ്ഥയുണ്ടാവും. കാരണം എന്താണ്? കുളങ്ങളില്ലാതെയായി, ജലാശയങ്ങൾ മൂടപ്പെട്ടു, നാം മുഴുവൻ ജലാശയങ്ങളും മലീമസമാക്കി മാറ്റി. ഇനി ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് ഒരു തകരാറ് സംഭവിച്ചാൽ ആലപ്പുഴയിലെ ചേർത്തല താലൂക്കിലെ മനുഷ്യർ കുടിവെള്ളമില്ലാതെ, ജലപാനമില്ലാതെ, കുളിക്കാൻ സാധിക്കാതെ അങ്ങ് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രാകൃത ജീവികളായി ജീവിക്കേണ്ടി വരും. ഇത് പരിസ്ഥിതിയുടെ അടിസ്ഥാന ബാലപാഠങ്ങൾ മാത്രമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, സാങ്കേതിക പടാവലികൾ കൊണ്ടോ അക്കാഡമിക് പഠനങ്ങളുടെ കണക്കുകളുടെ ഗിമ്മിക്കുകൾ കൊണ്ടോ ഒരു സംഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ആവശ്യം മാത്രമാണ്. പ്രകൃതിയോട് നിങ്ങൾ ഒരു കാരുണ്യവും കാണിക്കേണ്ട, പ്രകൃതിയാണ് നിങ്ങളോട് കാരുണ്യം കാണിക്കേണ്ടത്. പ്രകൃതിയെ നിലനിർത്തുന്നതിൽ നിങ്ങൾക്ക് എത്രമാത്രം ശുഷ്കാന്തിയുണ്ടോ, നിങ്ങൾക്ക് എത്രമാത്രം ജീവിത നിപുണിയുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് മഹാവ്യാധികളില്ലാതെ മനുഷ്യനെ പോലെ ഈ പ്രകൃതിയിൽ ജീവിച്ചു പോകാൻ സാധിക്കും. ഈ പ്രകൃതിയിൽ മനുഷ്യന് കൂടുതലായ അവകാശങ്ങളൊന്നുമില്ല. മറ്റു ജീവജാലങ്ങളെ പോലെ നമുക്ക് അർഹതപ്പെട്ടത് മാത്രം എടുക്കുവാനേ നമുക്ക് അവകാശമുള്ളൂ. മുഴുവൻ മലകളും പൊട്ടിച്ചു നിരത്തുവാനും മുഴുവൻ കുന്നുകളും ഇടിച്ചു നിരത്തുവാനും അതെല്ലാം ജലാശയങ്ങളിലും പാടശേഖരങ്ങളിലും കൊണ്ടുപോയി നികർത്തി കോൺക്രീറ്റ് രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കുവാനോ, വലിയ വലിയ ഫാക്ടറികൾ നിർമ്മിച്ച് അതിന്റെ പുകക്കുഴലുകൾ ആകാശത്തേക്കും അതിന്റെ മുഴുവൻ വിഷജലവും ജലാശയങ്ങളിലേക്കും വെച്ച് ഈ നാടിനെ, ഈ ദേശത്തെ, ഈ പ്രകൃതിയെ ഇല്ലാതാക്കുവാൻ നമുക്ക് അവകാശങ്ങളൊന്നുമില്ല. വ്യവസായങ്ങൾ വേണ്ടതില്ലേ? തീർച്ചയായും വേണ്ടതുണ്ട്. വ്യവസായങ്ങൾ പരമാവധി മലിനീകരണം നടത്താത്ത രീതിയിൽ അതിന് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം. നെൽകൃഷി വേണ്ടതില്ലേ? 365 ദിവസവും നെൽകൃഷി നടത്തുക എന്നതിലൂടെ ആലപ്പുഴ അടക്കമുള്ള ദേശത്തെ വീടുകൾ ഉപ്പുകൊണ്ട് തെള്ളിപ്പോകാതെ, നശിച്ചു പോകാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജലാശയങ്ങളെ, ഈ നാട്ടിലെ ഉപ്പുവെള്ളത്തിന്റെ, ഓരുവെള്ളത്തിന്റെ ആധിക്യത്തെ തടഞ്ഞു നിർത്താനുള്ള ഇടങ്ങളായി ഈ മൺതിട്ടകളെ നിലനിർത്തുന്നത് നെൽകൃഷിയിടങ്ങളാണ്. ഇത് മാത്രമാണോ? സജീഷ് അടക്കമുള്ള, അനിൽകുമാർ അടക്കമുള്ള, പ്രിയപ്പെട്ട റൈച്ചൻ അടക്കമുള്ളവരോട് പറയാനുള്ളത്, നെൽകൃഷിയിടങ്ങളിൽ വന്നുപോകുന്ന ദേശാടന പക്ഷികളെ പടക്കം പൊട്ടിച്ചോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കളക്ടർക്കല്ല പരാതി കൊടുക്കേണ്ടത്, വകുപ്പ് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് നിയമപ്രകാരം ഇത്തരം കാര്യങ്ങളിൽ നോൺ ബെയിലബിൾ ഒഫൻസുകളാണ്. കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നാം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ റിമാൻഡ് കഴിഞ്ഞ് പുറത്തു വരാൻ ചുരുങ്ങിയത് 6 മാസക്കാലം എടുക്കും. ഞാനിത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ദേശാടന പക്ഷിക്ക് വേണ്ടി സംസാരിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തകനായി എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നീ ദേശാടന പക്ഷിയുടെ വോട്ട് വാങ്ങിച്ചോ എന്ന് പറയും. പക്ഷെ ആ ദേശാടന പക്ഷി കൂടി ചേർന്നതാണ് ഈ ഭൂമി. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ഇഞ്ചക്കാട് ബാലചന്ദ്ര യുവലാ സാഹിതിയുടെ ക്യാമ്പിൽ എഴുതി വെച്ച ഒരു കവിതയുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് ആ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന പിഞ്ചു കുഞ്ഞിനടക്കമുള്ള ഈ അവകാശത്തെ, ഈ ഭൂമിയിലുള്ള അവകാശത്തെ ഛേദിച്ചുകൊണ്ട്, ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഇതിനെ ചൂഷണം ചെയ്ത് ജീവിക്കുവാൻ ഒരു മനുഷ്യജീവി എന്ന നിലയിൽ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. അതിന് അവകാശം നമുക്കില്ല. ഇവിടെ ശുദ്ധമായ വായു ഉണ്ടാവണം, ശുദ്ധമായ ജലമുണ്ടാവണം, ശുദ്ധമായ അന്തരീക്ഷം ഉണ്ടാവണം, ശുദ്ധമായ ഭൂമി അവശേഷിക്കണം. ഇതിനെല്ലാം ഈ ഭൂമിയെ സംരക്ഷിച്ചു നിർത്തുവാൻ ഓരോ മനുഷ്യനും ബാധ്യതയുണ്ട്. മനുഷ്യൻ തലച്ചോറിന്റെ ചിന്താഗതി കൊണ്ട്, തലച്ചോറിലെ തരംഗ ദൈർഘ്യങ്ങൾ കൊണ്ട് ഒരു ഉന്നത ശ്രേണിയിൽ ജീവിക്കുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ജീവിവർഗമാണെന്നിരിക്കെ തന്നെ ഇതിനെ ചൂഷണം ചെയ്യുവാനുള്ള അവകാശം അവന് കടുവയെ പോലെയോ കുതിരയെ പോലെയോ കുരങ്ങിനെ പോലെയോ
സിംഹത്തെ പോലെയോ ഒരു കീടത്തെ പോലെയോ അത്രയും തന്നെയുള്ളൂ. ചൂഷണം ചെയ്യുവാനുള്ള അവകാശമില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള അവകാശമേ ഉള്ളൂ. പ്രകൃതിയിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ തയ്യാറാവുക, പ്രകൃതിയിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ എടുക്കുകയും അരുത്. അതാണ് അടിസ്ഥാന പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ്, പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരും ഇല്ലാതാവുന്ന ഒരു കാലത്തെ കുറിച്ചാണ് എന്റെ സ്വപ്നം. ഞാനിങ്ങനെ വന്ന് മൈക്കിന് മുന്നിൽ വാഗ്ധോരണികൾ നടത്തുന്ന പ്രസംഗങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലത്തെ കുറിച്ചാണ് എന്റെ സ്വപ്നം. കാരണം പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്നത് നാം രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നത് പോലെ, നാം ശ്വസിക്കുന്നത് പോലെയുള്ള ഒരു ചടങ്ങ് മാത്രമാണ്. അതെല്ലാ മനുഷ്യന്റെയും കടമയാണ്. ഇത്തരത്തിലുള്ള ഇടങ്ങളിലേക്കാൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ, നമുക്ക് പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ, അതോടൊപ്പം തന്നെ മനുഷ്യനെയും നെഞ്ചോട് ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്ന ഇടങ്ങളായി പരിസ്ഥിതി പ്രവർത്തനങ്ങൾ മാറട്ടെ. അതിനായി മുൻകൈയെടുക്കുന്ന ഈ മനുഷ്യരെ മുഴുവൻ ഞാൻ ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ നിമിഷവും ഞാനും ശുദ്ധമായി വിശ്വസിക്കുന്ന ഒരിടത്തിലാണെന്ന് ഓർമ്മ എനിക്കുണ്ട്. മറ്റൊരു കാര്യം കൂടി, ഈ നാട് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയെ കുറിച്ച് അധ്യക്ഷൻ അനിൽകുമാറിനോട് സംസാരിക്കുകയായിരുന്നു. എന്താണ്? മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ പാടശേഖരങ്ങളിലേക്ക് തള്ളുകയാണ്. എറണാകുളം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പാടശേഖരങ്ങളിൽ തള്ളിക്കൊണ്ടുപോവുകയാണ്. പഞ്ചായത്ത് ഭരണാധികാരികളുടെ ശ്രദ്ധ ഇതിൽപ്പെടുത്തേണ്ടതുണ്ട്. കാരണം പഞ്ചായത്തിന് CCTV ക്യാമറ വയ്ക്കുവാനുള്ള ഒരു പ്രത്യേക ഫണ്ടുണ്ട്. ഇത്തരം പാടശേഖരങ്ങളുടെ ആഗമന നിർഗമന ഇടങ്ങളിൽ, റോഡുകളിൽ, അത്തരം പാതകളിലൊക്കെ CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും ഇത്തരം ആളുകളെ തിരിച്ചറിയുകയും 3 വർഷവും ഏതാണ്ട് 1 ലക്ഷം രൂപയിലധികം പിഴയും, 3 വർഷം തടവും 1 ലക്ഷം രൂപയിലും പിഴയുമുള്ള ഒരു വലിയ കുറ്റകൃത്യമാണ് മാലിന്യത്തിന്റെ നിക്ഷേപം. അതും നേരത്തെ പറഞ്ഞ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യമില്ലാ വകുപ്പാണ്. റിമാൻഡിനകത്ത് പോയി കുറെ നാളുകൾ കഴിഞ്ഞേ പുറത്തു വരാൻ സാധിക്കും. ഇത്തരം ആളുകളെയൊക്കെ കർക്കശമായ നിയമം കൊണ്ട് തന്നെ നേരിടേണ്ടതുണ്ട്. അതിന്റെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങേണ്ടതില്ല. അതുപോലെ തന്നെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചു പോയി ചന്തു അടക്കമുള്ള മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ, കൃഷി വകുപ്പിൽ നിന്ന് ഏതാണ്ട് ഇന്ത്യ ഇന്ന് കൃഷിയിൽ 2023 അപേക്ഷിച്ച് ഏതാണ്ട് വലിയ പിന്നോട്ടടിയിലാണ് ധാന്യവിളകൾക്കുണ്ടായിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാലാവസ്ഥയുണ്ട്, കൃഷിയോടുള്ള പൊതുവായി ഇന്ത്യൻ ഗവൺമെന്റ് സമീപനത്തിന്റെ പ്രശ്നമുണ്ട്, കർഷകരോടുള്ള സമീപനത്തിന്റെ പ്രശ്നമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന കാർഷിക രാജ്യം അമേരിക്കയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം ലോകത്തൊരിടത്തും കൃഷി ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നല്ല. നാണ്യവിളകൾ മാത്രമാണ് ലാഭകരമായി പ്രവർത്തിക്കുക. ധാന്യവിളകളും പച്ചക്കറികളും സബ്സിഡിയോടുകൂടിയാണ് ലോകരാജ്യങ്ങളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കയിൽ പോലും അത് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ സബ്സിഡി കൊടുത്തു മാത്രമാണ് നമുക്ക് കഴിക്കാനുള്ള, ഭക്ഷിക്കുവാനുള്ള ഇനങ്ങളെ സർക്കാരുകൾ ലോകത്തെമ്പാടും നിലനിർത്തുന്നത്. എന്നാൽ ഇന്ത്യ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നതിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതിലൂടെ ധാന്യ കൃഷിക്ക്, പച്ചക്കറി കൃഷിക്ക് വലിയ ഇടിവ് സംഭവിക്കുന്നുണ്ട്. കേരളത്തിലെ പി പ്രസാദ് നിയമസഭയിൽ ബഹുമാനപ്പെട്ട കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിയമസഭയിലെ ഒരു ചോദ്യത്തിന് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ വർഷം 2024 അവസാനിക്കുമ്പോൾ 2.25 കോടി രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരങ്ങൾ വിതരണം ചെയ്തു വരികയാണ്. കേരളം ഒരു കാർഷിക സംസ്ഥാനമൊന്നും അല്ലെങ്കിലും കൃഷി നിലനിൽക്കേണ്ടത് ഇവിടുത്തെ ഓരോ മനുഷ്യനെയും നിലനിർത്തേണ്ടതിന്റെ ആവശ്യമാണെന്ന് ബോധ്യമുള്ള ഒരു സംസ്ഥാനമായതിനാൽ കൃഷിയെ വർദ്ധിപ്പിക്കുന്നതിനായി കാലാകാലങ്ങളായി നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് വിവിധ കൃഷിയുടെ ആ നിലമൊരുക്കൽ മുതൽ കൊയ്ത്തിനും കൃഷിയുടെ നെല്ല് ശേഖരിക്കുന്നതിനും അടക്കമുള്ള വിവിധ പദ്ധതികളുണ്ട്. ഏതാണ്ട് 20ഓളം പദ്ധതികൾ നെൽകൃഷിക്കായി മാത്രം ഇവിടെ ഉണ്ട്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ട്, അതില് നെൽകൃഷി വികസന ഏജൻസികൾക്ക് പങ്കുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെമ്പാടുമുള്ള വിവിധ ഏജൻസികൾ, കേരളത്തിലെ കൃഷി വകുപ്പ് തുടങ്ങി എല്ലാവർക്കും വലിയ പങ്കുകളുണ്ട്. ആ പങ്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു കൃഷി വകുപ്പും ഇവിടെയുണ്ട്. എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങൾ സമ്പൂർണമായി താഴെത്തട്ടിൽ കർഷകരിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ പോരായ്മകളുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, ഞാനും കൃഷി വകുപ്പ് ഭരിക്കുന്ന CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്, എങ്കിലും പറയാതിരിക്കാൻ സാധ്യമല്ല. കൃഷി വകുപ്പ് ഭരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അതൊരു തൊഴിൽ മാത്രമായി മാറുന്നുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. അവർക്ക് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം
അക്കൗണ്ടിൽ വരുന്നതിനുള്ള ഒരു മാർഗം മാത്രമായി അതിനെ കാണുന്ന ആളുകൾ അതിൽ പെരുവ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം കൃഷി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മാനവികതയുടെ ഇടമാണ്. കൃഷിയെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക്, പച്ചപ്പിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് അവർ മാത്രമായിരിക്കണം ഇത്തരം വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരായി ഉണ്ടാവേണ്ടത്. സാങ്കേതികമായി അക്കാഡമികമായി പഠിച്ചു വന്ന് ഇതിനെയെല്ലാം ഒരു മരവിപ്പോടുകൂടി കാണുകയും കൃഷിക്കാരന്റെയും കർഷക തൊഴിലാളികളുടെയും വിഷയങ്ങളെ ഒരു മേൽവിലാസം ചെയ്യാൻ സാധിക്കാത്ത, അഭിസംബോധന ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യർ ഉദ്യോഗസ്ഥരായിരുന്നാൽ അത് കൃഷി വകുപ്പ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ താഴെത്തട്ടിലെത്തുന്നതിൽ വീഴ്ചകൾ ഉണ്ടാവും. ആ വീഴ്ചകൾക്കെതിരായി നിതാന്തമായ ജാഗ്രത പാലിക്കുവാൻ കർഷകരും കർഷക തൊഴിലാളികളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പറയാതെ പോയാൽ അത് വലിയ ഒരു ക്രൂരതയാവുമെന്ന് ഞാൻ പറയുന്നു. കൃഷി ആരംഭിച്ച കാലം മുതൽ അടിമകളായും അടിയാളന്മാരായും കർഷക തൊഴിലാളികളായും പിന്നീട് തൊഴിലാളികളായും മാറി സ്വന്തം ജീവിതം മുഴുവൻ ഈ കൃഷിയുടെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച കർഷക തൊഴിലാളികളെ കുറിച്ച് കൂടി പറയാതിരിക്കാൻ വയ്യ. വിവിധ ഇടങ്ങളിൽ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു നെല്ലുമേനും എന്ന സർക്കാരിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള സമരം ചെയ്യുന്നവര് കർഷകരെക്കാൾ കർഷക തൊഴിലാളികൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. കർഷകർ ഇപ്പോൾ സമരത്തിൽ നിന്നൊക്കെ കുറച്ചു മാറി നിൽക്കുക. എന്താണ്, 360 ദിവസവും നെൽകൃഷിക്ക് പകരം മത്സ്യകൃഷി നടത്തിയാൽ ചില ലാഭങ്ങളൊക്കെ ഉണ്ട്. അത്തരം കർഷകർ എല്ലാവരും, ഈ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും എല്ലാവരും അത്തരക്കാരെന്ന് ഞങ്ങൾ കരുതുന്നില്ല. എങ്കിലും അത്തരക്കാരായ കർഷകരോടും അത്തരക്കാരായ കൃഷി ഉദ്യോഗസ്ഥരോടുമുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കട്ടെ. കാരണം നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്, കൃത്യമായി ഒരു നെല്ലും ഒരു മീനും നമ്മുടെ പാടശേഖരങ്ങളിൽ നടപ്പിലാക്കിയാൽ അതിനുള്ള എല്ലാ സബ്സിഡിയും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അതിൽ നാശമുണ്ടായാൽ അതിനുള്ള ഇൻഷുറൻസ് നൽകുന്നുണ്ട്. എന്നാൽ 360 ദിവസവും മത്സ്യകൃഷി നടത്തി ഇവിടത്തെ ഈ ജനവാസ കേന്ദ്രങ്ങളിലെ കർഷക തൊഴിലാളികളായ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെ, അവരുടെ വീടുകളെ, ഭവനങ്ങളെ ഇല്ലാതാക്കുന്ന, ഈ പ്രകൃതിയെ, പരിസ്ഥിതിയെ ഇല്ലാതാക്കുന്ന 360 ദിവസം നടന്ന മത്സ്യകൃഷിയോടും നമുക്ക് വിയോജിപ്പുണ്ട്. മത്സ്യകൃഷി തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അത് ഒരു നെല്ലും ഒരു മീനുമായിരിക്കണം. ആ ഒരു നെല്ലിന് ശേഷം മാത്രം 6 മാസക്കാലമാണ് മത്സ്യകൃഷിക്കുള്ളത്. 365 ദിവസവും മത്സ്യകൃഷി നടത്തുവാൻ മട പൊട്ടിക്കുന്ന സംഭവമൊക്കെ കൃത്യമായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതെപ്പോഴെങ്കിലും തെളിവോടുകൂടി പിടിക്കപ്പെടുകയാണെങ്കിൽ മട പൊട്ടിക്കലിനെ കുറിച്ചുള്ള ക്രിമിനൽ കുറ്റകൃത്യം എന്താണെന്നും ആ കേസ് എന്താണെന്നും പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. മട മനഃപൂർവമായി പൊട്ടിച്ച് വയലേലകളിൽ ഉപ്പുവെള്ളം കയറ്റി കൃഷി നഷ്ടത്തിലാണ്, അതുകൊണ്ട് ഇത് സാധ്യമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു മാഫിയയും ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന അനുഭവത്തിൽ കൂടി അറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങളെ നിയമപരമായി നേരിടേണ്ടി വന്നാൽ, രാഷ്ട്രീയമായി എന്ത് നഷ്ടമുണ്ടായാലും അത് നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനം. കാരണം ഒരു നെല്ലും ഒരു മീനും നടപ്പിലാക്കുമ്പോൾ ഈ നാടിന്റെ പരിശുദ്ധി തിരിച്ചു വരും. ONV കുറിപ്പ് പറഞ്ഞു വെച്ച ആവണിപ്പാടങ്ങൾ ഉണ്ടല്ലോ, ആവണിപ്പാടത്തെ താറാൻ മീൻകൂട്ടങ്ങളും ആവണിപ്പാടത്തെ വിവിധ പക്ഷിമൃഗാദികളും ആൽഗകളും സൂക്ഷ്മാംശമുള്ള ജീവികളും എല്ലാം തിരികെ വരുമ്പോൾ ഈ നാടൊരു സ്വർഗമായി മാറും. കാരണം പ്രകൃതിയെ, പടശേഖരങ്ങളെ, ഇവിടുത്തെ കുന്നുകളെ, മലകളെ, കാടുകളെ എല്ലാം നാം സംരക്ഷിക്കുന്നതിലൂടെ നാം ഒരു ഔദാര്യം പ്രകൃതിയോട് പ്രവർത്തിക്കുകയല്ല, മറിച്ച് നാളുകളിൽ വരാനിരിക്കുന്ന മനുഷ്യ ജീവജാലങ്ങളോട്, കുരുന്നുകളോട്, പിഞ്ചുകുഞ്ഞുങ്ങളോട് അവർക്കു വേണ്ടി ഭൂമിയെ നാം മനോഹരമായി അവശേഷിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാവണം എന്ന ചിന്തയോടെ പ്രവൃത്തിപഥങ്ങളിൽ നമ്മുടെ വാചകങ്ങളും പ്രവൃത്തികളും ഒന്നായി മാറുന്ന ഇടങ്ങളെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ഓരോ പ്രകൃതി ജീവജാലങ്ങളെയും ജന്തുജീവജാലങ്ങളെയും മുഴുവൻ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളുകളിൽ ഈ മുഴുവനായി നമുക്ക് കിട്ടിയതിനേക്കാൾ മനോഹരമായി നൽകുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് പ്രിയപ്പെട്ട ശ്രീമാൻ ചന്തു മഞ്ചാടിപ്പറമ്പലിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്ന ഈ ചടങ്ങ് ഈ പൊക്കാളി നെൽകൃഷി നടത്തി മറവക്കാട് പാടശേഖരത്തിൽ കനകം വിളയിച്ച 25 വർഷക്കാലമായി കനകം വിളയിച്ചുകൊണ്ടിരിക്കുന്ന, സ്വർണ്ണ നെല്ലുകൾ വിളയിക്കുന്ന ചന്തുവിനോട് അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഇനിയുമുള്ള ഇടങ്ങളിൽ നിങ്ങളോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ട്. ഇത് കേവലം ഒരു ഉദ്ഘാടന ചടങ്ങല്ല, മറിച്ച് ഹൃദയങ്ങളോട് സംവദിക്കുന്ന ഒരിടമാണെന്ന് മാത്രം പറഞ്ഞു
പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൃഷിയുടെ പച്ചപ്പിന്റെ ഹരിതാഭയുടെ സാധ്യതകളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ. ആവണിപ്പാടങ്ങൾ തിരികെ വരട്ടെ. ആവണിപ്പാടങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി കൊല്ലങ്കോടും പാലക്കാടും റീലുകൾ സൃഷ്ടിക്കാനായി പോകുന്ന നമ്മുടെ യുവതലമുറയ്ക്ക് നമ്മുടെ നാടുകളിൽ ഇതെല്ലാം സൃഷ്ടിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാവട്ടെ. ഹരിതാഭയും പച്ചപ്പും കാടും കുന്നുകളും മലകളുമെല്ലാം ഈ നാടിന്റെ ഐശ്വര്യങ്ങളായി നിലകൊള്ളുന്നൊരിടങ്ങളായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, ജയ് ഹിന്ദ്.